നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. UDF കൺവീനർ ശ്രീ MM ഹസനാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. ശ്രീ ഹസനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തിന് ചുക്കാൻ പിടിച്ച ഒരാളെന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു. പക്ഷേ ഇങ്ങനെ പോയാൽ മതിയോ? UDF കെട്ടുറപ്പ് അത് ദുർബലമാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ മാത്രമല്ല, അഭിപ്രായ ഐക്യം ഉണ്ടോ ആ സംവിധാനത്തിൽ എന്ന ആശങ്കയും ഉണ്ട്. UDFൻ്റെ കെട്ടുറപ്പിനൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അഭിപ്രായ ഐക്യത്തിൻ്റെ കാര്യത്തിൽ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഒരു കാലത്തും ഇല്ലാത്ത യോജിപ്പും അഭിപ്രായ ഐക്യവും ഉണ്ടായിരുന്ന സമയത്താണ്. അതാണ് ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ഈ വിജയത്തിന് കാരണമായി തീർന്നത്. ഇപ്പോൾ വയനാടായാലും പാലക്കാടായാലും ചേലക്കരയായാലും UDFൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിലുള്ള നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതിന് കാരണം ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഐക്യം, അതുപോലെ പിന്നെ പാർട്ടിക്കകത്ത് നേതാക്കളും പ്രവർത്തകരും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നടത്തി. ഇപ്പോൾ താങ്കളിത് ചോദിക്കുന്നതിന് അനിൽ ചോദിക്കുന്നതിലും മനസ്സിലായി കാണാം. അതായത് ഇപ്പോൾ ഇതിന് ശേഷം കുറേ വാർത്തകൾ വരാൻ തുടങ്ങി. ആ വാർത്തകൾ മീഡിയയെ സംബന്ധിച്ച് ചാനലായാലും പത്രമായാലും കോൺട്രവേഴ്സിയിലാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അത്തരം കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന വാർത്തകൾ നമ്മുടെ ഭാഗത്ത് നിന്ന്, നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി. പക്ഷേ സംഭവിച്ചു. KPCC പ്രസിഡൻറ്റ് നമ്മുടെ ഷാർജയിൽ വെച്ച് പത്രക്കാർ ചോദിക്കുന്നതാണ്, പാർട്ടിയിൽ പുനഃസംഘടനയുണ്ടോ? അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പറഞ്ഞു പുനഃസംഘടനയുണ്ട്, ഒരു തർക്കവുമില്ല. അപ്പോൾ തർക്കമുണ്ടോ എന്ന് ചോദിക്കുമല്ലോ. തർക്കമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതുള്ളൂ. അതിനെ തുടർന്ന് വാർത്തകൾ വരാൻ തുടങ്ങി. ഇതെല്ലാം മാധ്യമങ്ങളുടെ ഒരു ഭാവന സൃഷ്ടികളാണ് ഈ വരുന്ന വാർത്തകളെല്ലാം. യഥാർത്ഥത്തിൽ പുനഃസംഘടനയെ സംബന്ധിച്ച് KPCC തലത്തിൽ AICC തലത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ഈ ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഡൽഹിയിൽ കൂടിയപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. മഹാരാഷ്ട്രയിലും കോൺഗ്രസിലും ഹരിയാനയിലുണ്ടായ പരാജയം കോൺഗ്രസ് പാർട്ടിയുടെ കണ്ണ് തുറപ്പിക്കേണ്ടതായതുകൊണ്ട് അവിടെ പാർട്ടി അടിമുടി പുനഃസംഘടിപ്പിക്കുക. ആ കൂട്ടത്തിൽ അവർ തീരുമാനിച്ചു സംഘടന ദുർബലമായ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്കകത്ത് പുനഃസംഘടന നടത്താം. കേരളത്തിൽ ദുർബലമാണോ? കേരളം അല്ല, സംഘടനാ ദൗർബല്യങ്ങളുണ്ടല്ലോ. അപ്പം നമുക്ക് കേരളത്തിൽ ഞങ്ങൾ പുനഃസംഘടന നടത്താൻ തീരുമാനിച്ചു. കോൺഗ്രസ്സിന് വാർഡ് കമ്മിറ്റി, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയില്ലേ, മണ്ഡല കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റിയൊക്കെ പുനഃസംഘടിപ്പിച്ചു. ഇപ്പോഴും പുനഃസംഘടന പല ജില്ലകളിലും അവസാന ഘട്ടത്തിലാണ്. ഇനി വേണ്ടത് DCC KPCC ആണ്. ഞങ്ങൾ ബത്തേരിയിലെ ഞങ്ങൾ നടത്തിയ ചിന്തൻ ശിബിരത്തിൽ അന്നെടുത്ത തീരുമാനമെടുത്തതാണ്. അപ്പോൾ അതെല്ലാം കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ ജനറൽ സെക്രട്ടറിയെ ബാക്കി ചർച്ചകൾക്ക് ചുമതലപ്പെടുത്തി. KPCC പ്രസിഡന്റ് മാത്രം മാറിയാൽ പോരാ, പ്രതിപക്ഷ നേതാവ് മാറണം എന്നുള്ളൊരു ആവശ്യം അല്ല, അതൊക്കെ ഇപ്പോൾ വന്നതാണ്. KPCC പ്രസിഡന്റിൻ്റെ ആ പ്രസ്താവനയെ തുടർന്നാണ് ഇത്തരം ചർച്ചകൾ വന്നത്. സ്വാഭാവികമായും ഒരു മാറ്റം ഉണ്ട് എന്ന് കാണുമ്പോൾ ഞങ്ങളുടെ പാർട്ടി മാത്രമല്ല എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പോൾ BJPയിൽ വരുന്ന വാർത്ത കണ്ടില്ല, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണമൊക്കെ കൂടുക. അതെ, അത് തന്നെ. സുരേന്ദ്രൻ മാറണോ മാറണോ? അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒരു ചെറിയ പിന്നെ വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് പിന്നെ അത് ഒരു പൊലിക്കാൻ മതിയല്ലോ, പിന്നെ അത് ആളിക്കത്തിക്കുക എന്നതിനപ്പുറം അതിന് പ്രാധാന്യമില്ല. ഇപ്പോഴും കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം അഭിപ്രായത്തിൽ ഇതൊക്കെ പുനഃസംഘടന നടത്തണമെങ്കിൽ എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്തൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആലോചിച്ചാൽ AICC ജനറൽ സെക്രട്ടറിയും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാൽ സുധാകരൻ പറഞ്ഞ പോലെ 10 മിനിറ്റ് കൊണ്ടല്ലെങ്കിലും 10 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന തീർച്ചയായിട്ടും പ്രസ്താവനകളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ ശോഭ എടുത്താൻ ഉപകരിക്കുന്നതായിരുന്നു ഈ വന്ന വാർത്തകളെല്ലാം എന്ന കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത്തരം വാർത്തകൾ വരാതിരിക്കാൻ നമുക്കത്രയല്ലേ ചെയ്യാൻ പറ്റൂ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു.
ചാണ്ടി ഉമ്മൻ എന്താ പറ്റിയത്? ചാണ്ടി ഉമ്മൻ പറഞ്ഞു അദ്ദേഹത്തിന് ചുമതലകളൊന്നും നൽകിയില്ല, ഉപതെരഞ്ഞെടുപ്പ് ചുമതലകളൊന്നും നൽകിയില്ല, മാത്രമല്ല അദ്ദേഹത്തെ ഏതോ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്നോ, അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനകത്ത് ഞാനൊരു മറുപടി പറയാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ വി.ഡി. സതീശനും ഞാനും ഒന്നും അതിന് മറുപടി പറഞ്ഞില്ല. കാരണം അതൊന്നും മറുപടി പറയേണ്ട കാര്യങ്ങളല്ല. എല്ലാ MLA-മാരും പാലക്കാടും ചേലക്കരയും ചുമതല ഏറ്റെടുക്കണമെന്ന് പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡർ എന്ന നിലയ്ക്ക് സതീശൻ എല്ലാവർക്കും ഇമെയിൽ സന്ദേശം അയച്ചു. മിക്കവാറും എല്ലാ MLA-മാരും വന്നു. ചില 1-2 ആളുകളാണ് മഹാരാഷ്ട്രയിൽ നിന്നത്, സജീവ് ജോസഫിനെ പോലെ. അതൊഴിച്ച് എല്ലാവരും വന്നു. നമ്മുടെ ചാണ്ടി ഉമ്മൻ വയനാട്ടിൽ വർക്ക് ചെയ്തല്ലോ അല്ലേ? അതല്ല വയനാട്ടിൽ, അത് പിന്നെ എല്ലാ MLA-മാരും പോയി. അവരെ ചുമതലപ്പെടുത്തിയത് ഞാൻ പറയാം, MP-മാരെയാണ് വയനാട്ടിൽ പ്രത്യേക ചുമതല MP-മാർക്ക് കൊടുത്തു. എല്ലാ പഞ്ചായത്ത്, എല്ലാ നിയോജകമണ്ഡലം. ചേലക്കരയും പാലക്കാടും MLA-മാരെയാണ് നിയോഗിച്ചത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ UDF-ൻ്റെ കൺവീനറാണ്, എനിക്ക് ഇലക്ഷന് പ്രത്യേക ചുമതല തരേണ്ട കാര്യമില്ല, കാരണം എല്ലായിടത്തും പോകും. അതുപോലെ അദ്ദേഹത്തെ പാലക്കാട് വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാൻ നിർദ്ദേശം കൊടുത്തതാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പിലെ ചുമതല എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിന് നമ്മൾ നിർത്തും, അവിടെയുള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുക, മറ്റ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, അതല്ലേ. ഇദ്ദേഹം ഒരു ദിവസം ഒരു ഫ്ലൈയിങ് വിസിറ്റ് അവിടെ നടത്തി, കുറേയൊക്കെ പിന്നെ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. ഈ മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്തകളാണ്. അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. ഇറക്കി വിട്ടോ തെരഞ്ഞെടുപ്പ്? അതൊക്കെ വെറുതെ. എനിക്കതിൻ്റെ അങ്ങനെയൊന്നും ഇറക്കി വിടുവോ? ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ MLA അങ്ങനെ ഒരാളെ ഇറക്കി വിടുവോ? അപ്പോൾ ഇതിലൊക്കെ എക്സാജറേറ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നി, ഈ പത്രക്കാർ നമ്മളോട് ഈ മൈക്ക് ഐ ഡി മുമ്പിലോട്ട് നീട്ടുമ്പോൾ നമ്മൾ ഈ വസ്തുതാപരമായ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു പ്രാധാന്യമില്ല. ആരിൽ നമ്പ്യാറിന് അറിയാമല്ലോ, നിങ്ങളുടെയൊക്കെ കൗശലത്തിന് വീണുപോയാൽ വിവാദപരമായ കാര്യങ്ങൾ പറയും, അത് വലിയ വാർത്തയാവും. അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, കോൺഗ്രസിലെ യുവ നേതൃനിരയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇദ്ദേഹം? അത് അദ്ദേഹമാണ് പറയേണ്ടത്. ഞാൻ ഈ താങ്കൾ ചോദിച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നമുക്കൊന്നും കഴിയില്ല. UDF-ലെ അനൈക്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇപ്പം മുനമ്പം വിഷയം, വഖഫ് അധിനിവേശം, അത് വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. അവിടെ നമുക്ക് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ പറയുകയാണ് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു. പക്ഷേ ലീഗിൻ്റെ നേതാക്കന്മാർ ഓരോരുത്തരായി പറയുകയാണ് അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ, ഇപ്പം നിങ്ങളുടെ അണികളടക്കം ഏത് കൺക്ലൂഷനിലെത്തും? താങ്കളത് ചോദിക്കുമെന്ന് എനിക്കറിയാം. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടായത് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ സതീശൻ പറഞ്ഞതും മുസ്ലിം ലീഗിൻ്റെ നിലപാടും രണ്ടും ഒന്നാണ്. അതായത് ഈ കേന്ദ്രത്തിലുണ്ടായിട്ടുള്ള വഖഫ് നിയമ ഭേദഗതിയും ഇതുമായിട്ട് ഒരു താരതമ്യമില്ല. ഇപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? ഓ, തീർച്ചയായിട്ടും. ഞാൻ സമയമുണ്ടെങ്കിൽ കൂടുതൽ വിശദീകരിച്ച് പറയാം. ഇല്ല, അത് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ വഖഫ് നിയമത്തിലുള്ള ഭേദഗതി, അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. ഇവിടെ നിയമം എന്ന് പറയുന്നത് എന്താ? കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള വഖഫ് ബോർഡിന് നമ്മൾ ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വഖഫ് നിയമമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ വസ്തു തലമുറകളായി അവിടെ കുടിയേറി പാർക്കുന്ന ഒരു വലിയ വിഭാഗം മത്സ്യത്തൊഴിലാളികളില്ലേ, അതെ, പിന്നെ അവരെ സംബന്ധിച്ച് അവർ എത്രയോ കാലമായിട്ട് അവിടെ കുടികിടക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് വഖഫ് ബോർഡിൽ നിന്ന് ഇത് വഖഫ് ഭൂമിയാണ്, അതുകൊണ്ട് അവരെ ഒഴിഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ എന്താണ് അവരെ ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് വന്നു. അത് കോടതിയിൽ കിടക്കുന്ന കേസിൻ്റെ ഭാഗമായി വന്നത്. ഞങ്ങൾ ആദ്യം മുതൽ ഒരു നിലപാടെടുത്തു. അവർക്ക് റവന്യൂ അവകാശം നഷ്ടപ്പെട്ടു, അത് പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. അതല്ല കോടതിയിൽ കിടക്കുന്ന കാര്യം. ഇവിടെ പ്രസക്തമായ പ്രശ്നം അതൊന്നുമല്ല. കേന്ദ്ര നിയമം വന്നതോ നിലവിലുള്ള കേസോ അല്ല. അവിടെ മത്സ്യത്തൊഴിലാളികൾ നാളുകളായി സമരം നടത്തും. അവിടെ കുടികിടക്കുന്ന അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് മനുഷ്യത്വപരമായ പരിഗണന വെച്ച് അവർക്ക് ആ ഭൂമി പതിച്ചു കൊടുക്കേണ്ടതാണ്. UDF ആദ്യം പറഞ്ഞു ആ ഭൂമി പതിച്ചു കൊടുക്കണം, അവരെ ഇറക്കി വിടരുത്. അതിലെല്ലാവരും യോജിപ്പായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഒരു വ്യത്യസ്ത അഭിപ്രായം ഏതോ മുസ്ലിം സംഘടനകൾ വന്നു.
മുഖ്യധാര മുസ്ലിം സംഘടനകളല്ല. അപ്പോൾ കേരളത്തിലെ മുസ്ലിം സംഘടനകളെല്ലാം ഒരുമിച്ച് കൂടി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലും ഒറ്റയ്ക്കൊറ്റയ്ക്കും അവർ പറഞ്ഞ അഭിപ്രായം എന്താ, ഇവരെ കുടിയൊഴിപ്പിക്കരുത്, ഇവരെ ഇറക്കി വിടരുത്, ഇവർക്ക് ഭൂമി കൊടുക്കണം. അപ്പോൾ അത് അങ്ങനെ പറയാനൊരു കാരണം കൂടെയുണ്ട്. ഈ പ്രശ്നത്തെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് രാഷ്ട്രീയവൽക്കരിക്കാനും കേന്ദ്ര ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഇവിടെ കക്ഷിയുടെ നേതാക്കൾ അതിനെ വർഗീയവൽക്കരിക്കാനും ശ്രമിച്ചു. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ, ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം. ഒരു ഭാഗത്ത് സംഘപരിവാറുണ്ട്, മറുഭാഗത്ത് ക്രിസ്ത്യൻ ഒരു തീവ്രവാദി സംഘടനയുണ്ട്. ഇവർ കുറേ നാളായി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ്. മുനമ്പത്തുകാർ പറയുന്നത് അവരുടെ കൂടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഉള്ളൂ എന്നാണ്. അതെ, അല്ല, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നത് എന്തിനാ? ഈ സംഘർഷം വ്യാപകമാക്കാനാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്ന സംഘപരിവാറുകാർ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനാവശ്യമായ ഇടപെടലൊന്നും ഒരിടപെടലും വേണ്ടാത്തതാണ്. കേരളത്തിലെ സർക്കാരിന് ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് അവിടെ നടക്കുന്ന കേസിൻ്റെ മെറിറ്റിലേക്ക് പോയപ്പോഴാണ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജിന് ഉണ്ടായിരുന്ന ഭൂമി ഒരു വ്യക്തി വഖഫ് ചെയ്ത് കൊടുത്തതാണ്. അവിടെ പള്ളിയില്ല, ആരാധനാലയമില്ല, ഒന്നുമില്ല. വഖഫ് എന്ന് പറയുന്നത് ഒരു ആരാധനാലയത്തിന് ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ. അത് തന്നെ ഇപ്പോൾ തർക്കം ഉയർന്നിട്ടുണ്ട്. അതായത് ഈ സിദ്ദിഖ് സേട്ട് അദ്ദേഹം ഈ വ്യാജ ആധാരമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു മാൽപ്രാക്ടീസ് ചെയ്തതെന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. കോടതി കിടക്കുന്ന കേസ് തീരുമാനം വരട്ടെ. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? നാളുകളായി സമരം നടത്തുന്നു, തലമുറകളായി അവിടെ ജീവിക്കുന്നു, അവർക്ക് ഭൂമി കൊടുക്കണം. അതിലെന്താ പഴിച്ചു കൊടുക്കണം? അതിനകത്ത് മുസ്ലിം സംഘടനകൾ ഒരേ അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ പ്രതിപക്ഷം ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷി LDF അതിന് യോജിപ്പാണ്. പിന്നെ ആരുടെ ബി ജെ പിക്കാർ പോലും അവരെ ഇറക്കി വിടണം, കുടിയൊഴിപ്പിക്കണമെന്ന് പറയുന്നില്ലല്ലോ. ഇതെല്ലാം വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് പെട്ടെന്ന് തീരുമാനിക്കാം. പാലക്കാട് ചേലക്കര ഇലക്ഷൻ കാലത്ത് ഇത് വന്നപ്പോൾ മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു സർവകക്ഷി യോഗം വിളിക്കണം. അപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞു? വിളിക്കാം, പക്ഷേ ഇലക്ഷൻ കഴിയട്ടെ. വിളിച്ചത് സർവകക്ഷി യോഗമല്ല, ഉന്നതതല യോഗമാണ്. സർവകക്ഷി യോഗം വിളിച്ച് അവിടെ വെച്ച് ഒരു തീരുമാനമെടുത്ത് അപ്പോൾ തന്നെ ക്യാബിനറ്റിൽ തീരുമാനിക്കാം. സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമമാണ്. കോടതിയിൽ കേസ് കിടക്കുകയാണ്. വഖഫ് ബോർഡ് എന്ത് പറയുന്നു എന്നുള്ളത് ഇവിടെ ഒരു പ്രസക്തമേ അല്ല. പക്ഷേ വഖഫ് ബോർഡ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോർഡാണ്. അല്ല, പക്ഷേ സാർ അവിടെയും പ്രശ്നം, അതായത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ വിഷയം പെട്ടെന്ന് രമ്യമായിട്ട് പരിഹരിക്കാം. അങ്ങനെ അല്ല, അതാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം അതാണ്. പക്ഷെ അവിടെ എന്തിന് ഇത് വഖഫ് ഭൂമിയാണെന്ന് മുസ്ലിം ലീഗ് പറയുന്നു? അല്ല, മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല. അത് കേൾക്കും. അത് മുസ്ലിം ലീഗിലെ 1-2 നേതാക്കന്മാർ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താ, വഖഫ് ഭൂമി വഖഫ് ഭൂമിയാണോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം എന്നവർ തീർത്തു പറഞ്ഞു. സാങ്കേതികത്വത്തിൻ്റെ വാദപ്രതിവാദത്തിലേക്ക് ഞങ്ങളില്ല. അവിടെ ഭൂമി കൊടുക്കണം, അവർക്ക് സർക്കാർ നടപടിയെടുക്കണം. അതുപോലെ ഇല്ല, ആശയക്കുഴപ്പം ആരെങ്കിലും ഒരാളിപ്പോൾ ചാണ്ടിയമ്മൻ്റെ ചോദിച്ചതുപോലെ ഒരു നേതാവ്, പാർട്ടിയിൽ പല അഭിപ്രായക്കാരുണ്ട്, ഈ എക്സ്ട്രീമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. അത് 2 ഉദ്ദേശം കാണും. അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു ജനശ്രദ്ധ പിടിക്കാനായിരിക്കും. അതിൻ്റെ പേരിൽ അതൊരു ആശയക്കുഴപ്പമാണെന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സംഘടനകളെ സംബന്ധിച്ച് അവരുടെ ഔദ്യോഗികമായി നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂമി ഇവർക്ക് കൊടുക്കുന്നതിന് ഒരു വിരോധവുമില്ല. പക്ഷെ എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കേട്ടില്ല? സംസ്ഥാന ഗവൺമെൻറ്റിനും എത്രത്തോളം ഈ രാഷ്ട്രീയമായിട്ട് ഇത് മുതലെടുക്കാൻ പറ്റുമോ അതിനുവേണ്ടി അവരും വച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നീണ്ടുപോകുന്നത്. 2 കൂട്ടർക്കും ഒരേ താല്പര്യമാണ്. BJP-യുടെ ഈ VS അച്യുതാനന്ദന്റെ കാലത്ത് അതെ, ആ നിസാർ കമ്മീഷൻ എന്താ പറഞ്ഞത് വെച്ചതാണ് വലിയ കുഴപ്പം. അല്ല, അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ആണ് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിലും ഞാൻ നോക്കി പറഞ്ഞിട്ടുണ്ട്. വഖഫ് ഭൂമിയാണെന്നെല്ലാം പറയുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ആഴത്തിൽ പഠിക്കാതെ അങ്ങനെ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആഴത്തിൽ പഠിക്കാതെ വളരെ ഉപരിപ്ലവമായി പറഞ്ഞതാണ്. ഇപ്പൊ വേറൊരു കമ്മീഷൻ വെച്ചിരിക്കും. അതെ, ആ കമ്മീഷൻ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് എന്താണ്?
ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ തീരുമാനം ഗവൺമെൻറ് എടുക്കണം. ഗവൺമെൻറ്റിന് തീരുമാനമെടുക്കാൻ ഈ പറഞ്ഞതുപോലെ സർവകക്ഷി യോഗം വിളിച്ചാൽ മതി. ഇതിനകത്ത് എല്ലാ പാർട്ടികളും യോജിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവരെ ഒഴിപ്പിക്കരുത്, ഇവർക്ക് പറഞ്ഞു വിടരുത്. അതിനെന്തുകൊണ്ട് കേന്ദ്ര BJP നിരന്തരം അഭിപ്രായം പറയും? അവർക്കും ഈ മുസ്ലിം ക്രിസ്ത്യൻ ഈ സംഘർഷമൊന്ന് അവർ തമ്മിലുള്ള ഒരു ഒരസലൊന്ന് വർദ്ധിപ്പിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിക്കും അത് കണ്ട് അവർ അതിൽ സായുജ്യമടയുക. അവർ ഇൻഡയറക്റ്റായിട്ട് അത് ആഗ്രഹിക്കുന്നത് പോലെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. അല്ല, പിന്നെ മുനമ്പത്തുകാരുടെ ഏറ്റവും വലിയ വിഷമം, കാരണം ഞങ്ങളവിടെ 2 ജനസഭ സംഘടിപ്പിച്ചതാണ്, ഏക ചാനലാണ്. അവിടെ പോയി അവരുടെ വികാരം അതേപോലെ കാണിച്ചതാണ്, അറിയിച്ചതാണ്. അവിടെ എന്തിന് ഈ വഖഫ് നിയമ ഭേദഗതി അത് ബില്ല് അവതരിപ്പിക്കുന്നു, അതിനെതിരെ എന്തിനിവിടുത്തെ LDFും UDFും ഒരുമിച്ച് പ്രമേയം പാസാക്കി എന്നുള്ളതാണ് അവരുടെ വലിയൊരു വേദനയും വിഷമമൊക്കെ. അതാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. അവിടുത്തെ വഖഫ് നിയമവും ഇവിടുത്തെ വഖഫ് നിയമവും മുനമ്പവും തമ്മിൽ കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അവിടുത്തെ വഖഫ് നിയമം കംപ്ലീറ്റായിട്ട് ഈ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വഖഫിനെ സംബന്ധിച്ച് ആ നിയമത്തിൽ അടിസ്ഥാനപരമായ മാറ്റമാണ് വരുന്നത്. അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇത് വിശദമായ പരിശോധന വേണം എന്നുള്ളത് കൊണ്ടല്ലേ JPCക്ക് വിട്ടിരിക്കുന്നത്. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഒറ്റയടിക്ക് പറയാം, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഗുരുദ്വാര ആക്ട്, വഖഫ് ആക്ട്, ദേവസ്വം ബോർഡ് ആക്ട്, ഇതിലൊക്കെ എല്ലാം കൂടെ ഒന്നാക്കാൻ രണ്ടിന് പല വ്യവസ്ഥകളല്ലേ. ഇന്ത്യയിലെ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് നിയമത്തിൽ അതിനകത്ത് അതിൻ്റെ ബോർഡിൽ ആളുകളെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുക. ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? 2 അമുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളെ. ഞാൻ ചോദിക്കട്ടെ, ഗുരുവായൂർ ദേവസ്വത്തിലോ ശബരിമല ഈ തിരുവിതാംകൂർ ദേവസ്വത്തിലോ 2 മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ എടുക്കാൻ നമ്മൾ വഖഫ് ബോർഡിന് കൊടുത്ത പവർ അല്ലല്ലോ. അല്ല, ഉണ്ട് എല്ലാവർക്കും. ദേവസ്വം ബോർഡിന് ദേവസ്വം സ്വത്ത് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എല്ലാവരും കൂടി കേരളത്തിൽ ചർച്ച് ആക്ട് കൊണ്ടുവരാൻ പോയി, നടന്നോ? നടക്കില്ല. കാരണം ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. ഇപ്പോൾ മുസ്ലിംകൾ ന്യൂനപക്ഷങ്ങളാണ്, സിഖുകാർ ന്യൂനപക്ഷങ്ങളാണ്. അവരുടെ സ്വത്ത്, അവരുടെ അവകാശങ്ങൾക്ക് നമ്മുടെ ഭരണഘടന വ്യക്തമായ വ്യവസ്ഥയുണ്ട്. ഇത് വഖഫ് ബോർഡിനകത്ത് 2 മുസ്ലിങ്ങളല്ലാത്ത 2 ആളുകളെ. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവിനെയും വയ്ക്കണം, കാരണം അവിടെ വാവരൻ സ്വാമീനിപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു ഭേദഗതി കേരള നിയമസഭയിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് കഴിയുമോ? അതുപോലത്തെ ഒരു ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഇതല്ല. അതിന് സൊല്യൂഷനാണ് ഇപ്പോൾ. അത് ഒരിക്കലും ഈ നിലയിൽ അല്ല, ഇപ്പോഴത്തെ നിലയിൽ വഖഫ് ആക്ട് ഭേദഗതി ബിൽ പാസ്സാക്കാൻ ഇന്ത്യ സഖ്യത്തിൽ ഒരു കക്ഷി അനുവദിക്കില്ല. കാരണം ഇത് കാലങ്ങളായി വഖഫുകാരുടെ കയ്യിലിരിക്കുന്ന സ്വത്ത് കേട്ടോ, അത് വഖഫ് ചെയ്തിരിക്കുന്ന ഭൂമി അത് പിടിച്ചെടുക്കാൻ നടത്തുന്നതാണ്. അതാണ് പ്രശ്നം. അത് പിടിച്ചെടുക്കാനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അവസാനം സബ്ബാലി കണ്ടു, പലയിടത്തും കണ്ടു. എന്താ സംഗതി? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന അവസ്ഥയാണ് ആരാധനാലയങ്ങളെല്ലാം ഏത് ജാതിൻ്റെയും മതിയുടെ ആ സ്റ്റാറ്റസ് കോ ആണ് നിലനിർത്താൻ കോടതി തീരുമാനിച്ചു. റെയിൽവേയും അതുപോലെ ഈ നമ്മുടെ ഡിഫൻസും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ല ഇതിനെല്ലാം കാരണക്കാരാരാ? 1995-ലും 2013-ലും ഈ വഖഫ് ബോർഡിന് അധികാരം കൊടുത്തത് കോൺഗ്രസ് സർക്കാരല്ലേ? അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് വഖഫ് ചെയ്ത ഭൂമിയിന്മേൽ കോൺസ്റ്റിറ്റ്യൂഷൻ അഗെയിൻസ്റ്റ് ആണ് ഇത്. അല്ലല്ല, ഒരിക്കലും അല്ല. അത് ഞാൻ ആ തർക്കത്തിനില്ല. കാരണം ഭരണഘടന കയ്യിൽ വെച്ചുകൊണ്ട് വാദിക്കാൻ എനിക്കറിയാം. അതിന് അനുകൂലമായിട്ട് ഞാനത് വായിച്ചു നോക്കിയിട്ടുണ്ട്. ഒരു കാരണം അതുകൊണ്ടാണല്ലോ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വിടാൻ ഗവൺമെൻറ് തീരുമാനിച്ചത്. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അത് നമ്മൾ തർക്കിച്ച 5 മണിക്കൂർ കൊണ്ട് തീരില്ല. കാരണം അത് ഞാനൊരു മുസ്ലിം മതവിശ്വാസി എന്നുള്ളതിലേക്ക് പറയില്ല. ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദി ഫണ്ടമെൻ്റൽ. നമ്മുടെ ഭരണഘടന നൽകുന്ന ഒരു മതത്തിനും വിശ്വസിക്കാനും മതാചാരങ്ങളും ആരാധനയും പിന്തുടരാൻ നമുക്ക് തന്നിട്ടുള്ള അവകാശങ്ങളുടെ ഭാഗമാണ് മുസ്ലിം ലായും വഖഫ് ആക്റ്റും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വഖഫ് ആക്റ്റിൽ ഏത് ഭേദഗതി വരുത്തണമെങ്കിലും
ആ സമുദായത്തെ വഖഫ് ചെയ്തിരിക്കുന്ന സമുദായത്തെയും അവരുമായിട്ടുള്ള ഒരു നിരന്തരമായ ഡയലോഗിലൂടെ മാത്രമേ ഗവൺമെൻറ്റിന് ഇപ്പോൾ റെയിൽവേക്ക് പ്രതിരോധത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വത്തുള്ളത് കൊണ്ട് അത് പിടിച്ചെടുക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതി പോയത് എന്താ അറിയോ, അവരുടെ 350-ൽ പരം മോന്യുമെന്റ്സ്, അതല്ല സംരക്ഷിത സ്മാരകങ്ങളെ ഇവരുടെ അധീനതയിൽ. അതെല്ലാം ഈ കുറേ കാലമായിട്ട് BJP ഗവൺമെൻറ് വന്നതിന് ശേഷം നിരന്തരമായി നടത്തിയ പഠനത്തിലാണ്. ഇതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഡൽഹിയിലും ആഗ്രയിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഇപ്പം നിരന്തരമായി പഠനം നടത്തി ഒരു കമ്മീഷൻ വെച്ച് എങ്ങനെയൊക്കെ മൈനോറിറ്റീസിന് കൊടുത്തിരിക്കുന്ന അവകാശങ്ങളും അവരുടെ ആരാധന നടപടികളും അവരുടെ സ്വത്തും എങ്ങനെ കൈയടക്കാവുന്നതാണ്. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. തിരുവനന്തപുരം സിറ്റിയിലെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഭരിച്ചു കൊടുത്തു. ഒന്ന് കണക്കെടുക്കാമോ എത്രയാണെന്ന്? അതെല്ലാം ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഇതെല്ലാം നമുക്ക് തിരിച്ചു പഠിക്കണമെന്ന് പറഞ്ഞ് ഒരു നിയമം കൊണ്ടുവന്നാൽ ബ്രിട്ടീഷുകാർ പോയി. എന്തിന് ട്രിവാൻഡ്രം ക്ലബ്ബും അതുപോലെ മറ്റെന്താണ് ഈ എന്താണ് നമ്മുടെ ടെന്നീസ് ക്ലബ്ബും അത് പാട്ടത്തിന് കൊടുത്തിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രാജ്യത്താണ് നിങ്ങൾ പറയുന്നത് ഒരു സമുദായത്തിന്. ഇതിപ്പോൾ ആ പതിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ ഒരുപാട് ചർച്ചുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത് കേരളം ഒട്ടുക്ക് നിങ്ങൾ നോക്കൂ, ഓരോ നഗരത്തിലും BJPക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ കണക്കെടുക്കില്ലേ, പ്രൈം ലാൻഡ് അവിടെ എല്ലാം ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് കൊടുത്ത നമുക്ക് ആർക്കെങ്കിലും പരാതിയുണ്ടോ? തിരുവിതാംകൂറിൽ സർ CP രാമസ്വാമിയുടെ കയ്യിൽ നിന്ന് പതിച്ചു വായിച്ച കുറേ സ്ഥലങ്ങൾ ഒഴിച്ചാൽ. അപ്പോൾ ഇതൊക്കെ ഒരു കാലത്ത് നമ്മൾ ഗവൺമെൻറ്റുകൾ ഭരിക്കുന്നവർ ഒരു എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നതിൻ്റെ ഭാഗമായി കൊടുത്തതാണ്. ഒരു മതേതര രാജ്യമൊന്നും ഗവൺമെൻറ് അല്ലായിരുന്നല്ലോ ബ്രിട്ടീഷുകാർ, അവരെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഇവിടെ ഒരുപാട് ഇന്ത്യ രാജ്യത്ത് ഈ എന്താണ് മുഗൾ രാജാക്കന്മാർ ഒരുപാട് കാലം ഭരിച്ചു. ആ കാലത്ത് പള്ളികളുണ്ടായി. ഈ പറയുന്ന ചരിത്രത്തിൽ ഉയർത്തി കാണിക്കുന്നതെല്ലാം വെറും ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വ്യൂസാണ്. അപ്പോൾ അയോധ്യ പ്രശ്നം തന്നെ എടുക്കാം. അയോധ്യയിലുണ്ടായ തർക്കം എങ്ങനെയാണ്? അയോധ്യയിൽ അവിടെ രാമക്ഷേത്രം, ശ്രീരാമൻ്റെ ജന്മഭൂമിയും ബാബറിൻ്റെ കാലത്താണ് പണിതത്. പണിത ആളിൻ്റെ പേരൊക്കെ വേറെയാണ്. അതിനെക്കുറിച്ച് ഡിസ്പ്യൂട്ട് വന്നു. ഡിസ്പ്യൂട്ട് വന്നപ്പോൾ എന്താ, ഞങ്ങളെല്ലാം എടുത്ത നിലപാടെന്താ, അവിടുത്തെ മുസ്ലിങ്ങളെടുത്ത നിലപാടെന്താ, അവരെ ആ പള്ളി പൊളിച്ച് അമ്പലം പണിയരുത് എന്ന് പറഞ്ഞു. അത് ആ ഒരു മുസ്ലിം സെൻറ്റിമെൻസാണ്. എന്നാൽ കേസ് പോയി സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നപ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചില്ലേ? തീർച്ചയായും. എന്തുകൊണ്ടാണ് അംഗീകരിച്ചത്? കാരണം ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് തന്നെ ഒരു പള്ളി വേണം എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തിൽ കേട്ടോ, മതപരമായി തത്വശാസ്ത്രം അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈ കാശിയും സംവാദവും ഒക്കെ വരുമ്പോൾ കുറേ തീവ്രവാദികൾ പ്രതികരിക്കുമെന്നല്ലാതെ ഈ BJPയും RSSും ഒക്കെ പറയുന്ന തത്വശാസ്ത്രമല്ല മറ്റ് പല മതങ്ങളും. നമ്മുടെ പാണക്കാട് തങ്ങളുടെ പരാമർശം ശരിയായില്ല. എന്താണ് ഈ രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രം വഖഫ് ഭൂമിയിലാണെന്ന് അദ്ദേഹം ഒരു പരാമർശം നടത്തി. അല്ല, അത് വഖഫ് ചെയ്തതാണ്. അതിൻ്റെ അവിടെ അല്ല, അതൊക്കെ കോടതിയിൽ വന്ന കേസുകളാണ്. കോടതി പോലും അതിലെ അന്തിമ വിധി അല്ലല്ല, കോടതി വഖഫ് ഭൂമി ആണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അതല്ല പ്രശ്നം. അതുകൊണ്ടാണല്ലോ തർക്കം നീണ്ടുപോയത്. ഇതിൻ്റെ മുത്തവല്ലി ഭരിച്ചു, അതിൻ്റെ അവകാശികൾ ഇപ്പോഴുണ്ട്. അവർ ഈ കേസിൽ വാദികളായിരുന്നു. അവർ തന്നെ പരിപൂർണമായി പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ അവകാശം. ഉത്തരവാദപ്പെട്ടവർ പരാമർശങ്ങൾ ഇറക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണ്ടേ? അല്ല, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇഷ്യൂസിൽ ഈ ബാബരി മസ്ജിദും അല്ല ഈ അയോധ്യ സംഭവത്തിൽ വാസ്തവത്തിൽ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകാതിരുന്നതിനൊരു പ്രധാന കാരണം അന്നത്തെ പാണക്കാട് തങ്ങളുടെ ഉറച്ച നിലപാടാണ്. അതുകൊണ്ട് ഞാൻ തങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലോ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇത് പരാമർശിച്ചിട്ടുണ്ടാവും. ഒരിക്കലും അതിനകത്തൊരു ദുരുദ്ദേശമോ അല്ലെങ്കിൽ വർഗീയമായ ഒരു കാഴ്ചപ്പാടിന് ഒരിക്കലും പറയുന്ന ആളല്ല അദ്ദേഹം. ആ കുടുംബവും അങ്ങനെയല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ദുർഭരണത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ? അതെ. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ? നേരത്തെ അനൈക്യം, അഭിപ്രായ വ്യത്യാസം അതൊക്കെ അതല്ല സാധ്യതകളെ ബാധിക്കുമോ? ഇല്ല, ഞങ്ങൾക്ക് അതിൽ അനൈക്യമില്ല. വാസ്തവത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാർത്തകളിലൂടെ വന്നിട്ടുള്ള ഒരു അനൈക്യമേ ഉള്ളൂ. അത് യഥാർത്ഥമായ അനൈക്യമൊന്നുമില്ല. ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കോൺഗ്രസും UDFും ഒക്കെ തയ്യാറെടുപ്പ് തുടങ്ങി മാസങ്ങളായി തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനവുമായി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ
കംപ്ലീറ്റായിട്ട് CPM-ന്റെ ഈ ഭരണകുത്തക പഞ്ചായത്തുകളിൽ തകർക്കാൻ ഇതിനിടയിലൂടെ രാഷ്ട്രീയം എന്താണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന BJP ഈ രണ്ട് ശക്തികൾക്കും എതിരായി BJP പഴയ BJP അല്ല. BJP പഴയ BJP അല്ല. BJP പഴയ BJP ഒരു ഭീഷണി തന്നെയല്ലേ? അല്ല, BJP കേരളത്തിലെ ഒരു പാർട്ടിയല്ലേ, ഭീഷണിയൊന്നുമല്ല. BJP ഭീഷണി എങ്ങനെയാകുന്നത്? BJP ഭീഷണിയാണ്. UDF-ന്റെ വിജയ സാധ്യതകൾക്ക് ഭംഗം വരുത്തുമോ? അല്ല, UDF-ന്റെ വിജയ സാധ്യതകളെ ഒന്നും തകർക്കാൻ BJPക്ക് കഴിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും BJP-യുടെയും പൊതുശത്രു കോൺഗ്രസ് ആയതുകൊണ്ട് മോദി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ, കോൺഗ്രസ് മുക്ത ഭാരതം ഞങ്ങളുടെ ലക്ഷ്യമാണ്. ഇവിടെ CPM-ന്റെ ലക്ഷ്യം എന്താ? UDF മുക്ത കേരളം. BJP-യുടെ ലക്ഷ്യം അത് തന്നെ. അവർ കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ ഭാഗമാണല്ലോ. കോൺഗ്രസ് മുക്ത UDF മുക്ത കേരളം. ഇവർ രണ്ടുപേരും കൂടി യോജിക്കുന്നു. ആ യോജിപ്പ് മുമ്പൊക്കെ ഞങ്ങൾ പറഞ്ഞത് അന്തർധാര എന്നാണ്. ഇപ്പോൾ അന്തർധാരയൊക്കെ പോയി നമുക്ക് കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിൻ്റെ വിജയം. അവിടെ കോൺഗ്രസ് വോട്ടുകളാണ് പോയത്. ഏതാ കോൺഗ്രസ് വോട്ടുകളാണ് അല്ല, വോട്ടുകളിൽ മുരളി തന്നെ നിങ്ങളവിടെ അല്ലല്ല, അതൊന്നും അല്ല. കാരണം വോട്ടുകളിലൊന്നും കോൺഗ്രസ് BJP CPM ഒന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ? ഒരു സെലിബ്രിറ്റിയായ സുരേഷ് ഗോപിക്ക് വളരെ ശക്തമായ ഒരു പിന്തുണ അന്തർധാര നൽകുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടി ഇനി ഇതുപോലുള്ള സെലിബ്രിറ്റികളെ ഇറക്കാൻ പോവാ. അല്ല, എല്ലാ സെലിബ്രിറ്റികളും ഇറങ്ങിക്കോട്ടെ. കാരണം നമുക്കിപ്പോൾ ഏറ്റവും വലിയ സെലിബ്രിറ്റിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി. അതിനേക്കാൾ വലിയൊരു സെലിബ്രിറ്റി ഇനി BJPക്ക്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഈ സെലിബ്രിറ്റികളെ ഇറക്കിയാൽ കേരളത്തിന് ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ജനകീയ പ്രശ്നങ്ങൾക്കോ അതിലൂടെ ഇലക്ഷന് ജയിക്കുമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയെ BJPക്കാർ ചോക്കുകയാണല്ലോ. സാധാരണ BJPക്കാർ ഞങ്ങളോട് സംസാരിക്കുന്നത് സുരേഷ് ഗോപി നമ്മുടെ സുഹൃത്താണ്, ഈ ചാനലിൽ വന്നിരുന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വളരെയധികം നന്ദി.